ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും വോയിസ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് എവരി വൺ. എങ്ങനെയുണ്ട് എല്ലാവർക്കും? ഓൾമോസ്റ്റ് ഡൊമൈൻ നെയിമും അതേപോലെ തന്നെ ഹോസ്റ്റിങ്ങും വാങ്ങിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഡൊമൈനും അതേപോലെ തന്നെ ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയല്ലോ. നമ്മൾ പ്രജേസ് ഇന്നലെ വാങ്ങിച്ചായിരുന്നല്ലോ അല്ലേ, നമ്മുടെ ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ. ഞാൻ വാങ്ങിയിട്ടില്ല സർ ഹോസ്റ്റിംഗ്. ഡൊമൈൻ നെയിം വാങ്ങി. ആ ഹാ ഹോസ്റ്റിംഗ് മറ്റേ പേയ്മെന്റിന്റെ ഇഷ്യൂ ആ ആയിട്ട്. യെസ് യെസ് യെസ്, ഓക്കെ ഓക്കെ ഫൈൻ. കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്തോളൂ, നമുക്ക് വളരെ ക്വിക്ക് ആയിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇന്നലെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വാങ്ങിക്കാൻ പറ്റാത്തത്. എന്ന് പറഞ്ഞ് സമയം തീരുന്നില്ല, ഇനിയും അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. കുറേ ഞാൻ പുതിയ മെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹാ ഹാ അപ്പം ഇപ്പൊ നമ്മൾ ഡൊമൈൻ നെയിം വാങ്ങിയത് വേറെ മെയിൽ ഐ ഡി വെച്ചിട്ടില്ലേ? അപ്പൊ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അതും ഇതും. പുതിയ ഇമെയിൽ ഐ ഡി വെച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു കുഴപ്പമില്ല. നമുക്ക് അതിലോട്ട് തന്നെ കടക്കാം. ഇന്ന് പുതിയൊരു ഫ്രഷ് ഇമെയിൽ ഐ ഡി വെച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അല്ല, അത് അപ്പൊ ഡൊമൈൻ നെയിം വാങ്ങിയത് വേറെ മെയിൽ ഐ ഡി വെച്ചിട്ടാണല്ലോ, അപ്പൊ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചത്. ഇല്ല, ഡൊമൈൻ നെയിം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഗോഡാഡി എന്നായിരുന്നു അല്ലേ? അതെ. ആ, ഇപ്പൊ നമ്മൾ ഹോസ്റ്റിംഗ് വാങ്ങിക്കുന്നത് എവിടെ നിന്നാണ്? ഹീറോ ഹീറോ ഹോസ്റ്റിംഗ്. ഹോസ്റ്റിംഗ്. യെസ് യെസ്, ഹീറോ ഹോസ്റ്റിംഗ് മാത്രമല്ല, എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് പോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പതുക്കനെ നമ്മുടെ സ്ക്രീൻ ഷെയറിങ്ങിലേക്ക് ഒന്ന് വന്നോളൂ. ഇതാണോ പുതിയ ഇമെയിൽ അഡ്രസ് റൈറ്റ് ആ സൈഡിൽ? ആ ഓക്കെ ഓക്കെ, കണ്ടോ? അപ്പോൾ നന്നായി. നമുക്ക് കുറച്ചും കൂടി ടൈം സേവ് ചെയ്യാൻ പറ്റി. ഇമെയിൽ അഡ്രസ്സ് പുതിയത് റെഡി ആയതുകൊണ്ട് ഇമെയിൽ അഡ്രസ്സ് എന്താണെങ്കിലും നോ പ്രോബ്ലം കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മേളിലായിട്ട് ഹീറോ ഹോസ്റ്റി എന്ന് പറഞ്ഞ ഇതിൽ വന്ന് ഇന്നലെ ചെയ്ത ആ ഒരു സെയിം പ്രോസസ്സ് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അതിൽ രജിസ്റ്റർ ചെയ്യാം കേട്ടോ. നമ്മുടെ ആ വട്ടത്തിനകത്ത് ഒരാളുടെ ഫോട്ടോ ഇല്ലേ, ആ ആ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പതുക്കനെ താഴേക്ക് വരും. അപ്പോൾ ഇന്ന് നമ്മളെല്ലാം ഇന്ത്യൻ ഡീറ്റെയിൽ ആയിരിക്കും കൊടുക്കുന്നത്, അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായി. ആ ഏറ്റവും താഴേക്ക് വരിക, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതൊന്ന് ലോഡ് ആവട്ടെ. അപ്പോൾ നമുക്ക് ഗൂഗിൾ വെച്ച് സൈൻ അപ്പ് ചെയ്തേക്കാം. വരട്ടെ വരട്ടെ, ലോഡ് ആവുന്നേ ഉള്ളൂ. ഏറ്റവും മേളിലേക്ക് വരിക. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ, അത് കൊടുത്തു. നമ്മുടെ സ്വന്തം ഇമെയിൽ അഡ്രസ്സ് പുതിയത് ഇതല്ലേ പുതിയത്? അതെ. ഓക്കെ, അതിനെ കണ്ടിന്യൂ കൊടുക്കാം. യെസ് യെസ്, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ് ആയി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. നമ്മുടെ സിറ്റി കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സൊക്കെ ഒറിജിനൽ കൊടുക്കണമെന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ.
ആ ഇതില് നമ്മളിനി എന്ത് ചെയ്യണം? വേരിഫിക്കേഷൻ ചെയ്യാനായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് സർ? ജിമെയിലിൽ വരിക, വെരിഫൈ ചെയ്യുക, നമ്മുടെ സ്വന്തം ഇമെയിൽ അഡ്രസ്സിലേക്ക് വരിക. യുവർ ഇമെയിൽ അഡ്രസ് ഇസ് വെരിഫൈഡ്, കണ്ടിന്യൂ ടു ക്ലയന്റ് ഏരിയ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മളൊരു സർവീസ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. കണ്ടോ, ഏറ്റവും മേളിൽ സീറോ എന്ന് പറഞ്ഞ കണ്ടോ? ആ അതിനെ സെലക്ട് ചെയ്യുക. ഈ ആഡ് ഓർഡർ ന്യൂ സർവീസാ? യെസ്, യെസ്, ഓർഡർ ന്യൂ സർവീസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇതല്ലേ 49-ന്റെ? 49-ന്റെ പാക്കേജ് എടുക്കാം. നമ്മളൊരു നോർമൽ റേറ്റിന്റെ എടുക്കുന്നു എന്ന് മാത്രം. ഇനി മറ്റേ ഇത് കോപ്പി പേസ്റ്റ് അല്ലേ, ഡോട്ട് ഇല്ലാതെ? യെസ്, യെസ്, നമ്മുടെ സ്വന്തം ഡൊമൈൻ നെയിം കറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും തലവേദനയാണ്. അതാണ് ഒരു കുഴപ്പം. ബട്ട് നോ വറീസ്, നമുക്കതൊന്നും ഇല്ലാണ്ട് തന്നെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാം. സാർ അതിപ്പോ എവിടെയാ ഉണ്ടാവുക? നമ്മൾ മറ്റേ മെയിൽ ഐ ഡി വെച്ചിട്ടല്ലേ ചെയ്തത്? അല്ലല്ല, ഇതൊന്ന് നോക്കിയേ, വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞ് മേളിൽ ക്ലിക്ക് ചെയ്തേ. ആ അപ്പൊ മൈ ഇങ്ങനെ ഒരു പ്രൊഡക്ട്സ്, മൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കൊടുത്തോളൂ. ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സെയിം ഇമെയിൽ അഡ്രസ് ആയിരുന്നല്ലോ. ഇത് ആ പുതിയതാണോ? അല്ല. പഴയത് തന്നെയല്ലേ? ആ നമ്മളപ്പോ പഴയത് തന്നെയാണല്ലോ വാങ്ങിച്ചിരിക്കുന്നത്. അതെ. അപ്പൊ കറക്റ്റ് തന്നെയാണ്, നമുക്ക് പഴയ ഒരു ഇമെയിൽ അഡ്രസ്സിൽ തന്നെ കയറാൻ പറ്റും. ഓക്കെ, നമ്മൾ ഏത് ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിക്കുന്നു, ഏത് ഇമെയിൽ അഡ്രസ്സിൽ കയറുന്നു, അവിടെ ആയിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇരിക്കുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. കുറച്ച് സ്ലോ ആയിട്ടുണ്ടോ എന്നൊരു സംശയം പോലെ. എന്ത് തോന്നുന്നു? ആ ഉണ്ട്. ഓക്കെ, ഓക്കെ. വൈഫൈ ആണോ മൊബൈൽ ആണോ? വൈഫൈ ഉണ്ട്. ഓക്കെ, ഓക്കെ. വേണമെങ്കിൽ ഒന്ന് അതിന് അടുത്തോട്ട് ഇരിക്കാമോ? അടുത്ത് തന്നെയാ ഉള്ളത്. ഇനിയിപ്പോ അടുത്തുള്ളതുകൊണ്ടാണോ എങ്ങനെ സ്ലോ ആവുന്നത്? ഓക്കെ. ലാൻ കണക്ഷൻ വല്ലതും ഉണ്ടോ? ലാൻ ഇല്ല ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ, എന്നാ കുഴപ്പമില്ല. ഒന്നുകൂടി ആ ഒന്ന് ക്ലോസ് ചെയ്ത്. പുതിയ ടാബിലേ, ആ പുതിയ ടാബിലേക്ക് വരിക. വീണ്ടും അത് ക്ലോസ് ചെയ്യാൻ ഗൂഗിൾ ക്രോമിൽ തന്നെ എടുക്കായിരുന്നല്ലോ. അല്ല, വേണ്ട. എവിടെയാ ലോഗിൻ ചെയ്ത് വെച്ചേക്കണെന്ന് വെച്ചാൽ അവിടെ തന്നെ വരാം. അതിന്റെ ലിങ്ക് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡൊമൈൻ നെയിം കോപ്പി ചെയ്തിട്ട്
സാർ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ആ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണല്ലോ. ആ You'll have to cancel it. The domain you entered is already registered with us. You will need to cancel it. Right. അപ്പൊ മറ്റേത് നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഒരു കാര്യം ചെയ്യാവോ? അങ്ങനെയാണെങ്കിലേ എനിക്കൊന്ന് ലോഗിൻസ് തരാൻ പറ്റുമോ മറ്റേതിന്റെ? ഏതാ? ഡൊമൈൻ്റെതോ? അല്ല, ഹോസ്റ്റിങ്ങിന്റെ. എന്നിട്ട് പിന്നീട് അത് ലോഗിൻസ് മാറ്റിയാൽ മതി. എൻ്റെ നമ്പർ ഞാൻ വേണമെങ്കിൽ ചാറ്റിലോട്ട് ഇട്ടേക്കാം. ആ ഓക്കെ. അതാകുമ്പോൾ എനിക്ക് തന്നെ ഒന്ന് ആക്സസ് ചെയ്തിട്ടേ ഞാൻ തന്നെ ഒന്ന് നോക്കി. തൽക്കാലം ഇതൊന്ന് ഡിലീറ്റ് ചെയ്തോ. അല്ല, ഡിലീറ്റ് അല്ല, സ്റ്റോപ്പ് ഷെയറിങ് ചെയ്തോ. സാർ ഇപ്പൊ എന്താ ഷെയർ ചെയ്യേണ്ടത്? മെയിൽ ഐ ഡിയും പാസ്വേഡുവാ? ആ മെയിൽ ഐ ഡിയും പാസ്വേഡും നമുക്കൊന്ന് ഇത് ചെയ്തേക്കാം. മെയിൽ ഐ ഡി ചാറ്റിൽ തന്നെ ഇട്ടാൽ മതി. പാസ്വേഡ് വേണമെങ്കിൽ വാട്സാപ്പിലേക്ക് ഇട്ടോ. നമ്മുടെ ഇതിന്റെ ചാറ്റിലും കൂടി ഒന്ന് ഇട്ടേക്കാവോ? ഓക്കെ. മെയിൽ ഐ ഡിയാ? ആ മെയിൽ ഐ ഡി. ഓക്കെ. നമ്മുടെ ചാറ്റിൽ ഇടുമ്പോഴേ എനിക്കപ്പോൾ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാമല്ലോ. ആ ഇടാ ഇപ്പൊ ഒരു. ഓക്കെ, ഐ തിങ്ക് ജിമെയിൽ വെച്ച് വല്ലതും ചെയ്യേണ്ടതായിട്ട് വരും. ജിമെയിലിന്റെ ഇത് തന്നെയാണല്ലോ. ആ അതെ. ഇത് പുതിയ ഇമെയിൽ അഡ്രസ് ആണോ എനിക്ക് തന്നേക്കണേ? ആ പഴയതാ വേണ്ടത്? ആ അതെ അതെ, പഴയതാ വേണ്ടേ. കാരണം പഴയതിനകത്താണല്ലോ എല്ലാം ഇരിക്കുന്നത്. ഓക്കെ. നമ്മൾ ആദ്യം വാങ്ങിച്ചതേ അതിനെ ക്യാൻസൽ ചെയ്യാനാണ് അവർ പറയുന്നത്. ആ ഓക്കെ. എന്നിട്ട് നമുക്ക് ഇന്ത്യൻ ഇതിലോട്ടാക്കാം. അങ്ങനെ ഒരു സംവിധാനം നോക്കാം. എന്റെ പാസ്വേഡ് ഒക്കെ മാറ്റിയാൽ മതി കേട്ടോ, അതൊക്കെ. ഓക്കെ ഓക്കെ. ആ
സാർ ആ വിഷ്ണുപ്രിയ ബാല BALA ഉണ്ട് കേട്ടോ, അത് ഞാൻ വിട്ടുപോയി. അതാണ് ഒന്ന് നോക്കി. VISHNUPRIYA LAGOP. LAGOPALAN ആ 29 ആ കറക്റ്റ് ആ അല്ലേ? അതെ അതെ. ഓ, ഇത് ജിമെയിൽ വെച്ച് തന്നെ ലോഗിൻ ചെയ്യേണ്ടി വരുമായിരിക്കും. നോക്കട്ടെ. ജിമെയിലിന്റെ ഇത് തന്നെയാണോ? അതെ. ഓക്കെ, ഇന്ന് തന്നെ മാറ്റണേ പാസ്വേഡ്. ഓക്കെ. നമ്മുടെ ഫോണിലൊരു ഇത് വന്നിട്ടുണ്ടാവും. ആ എത്രയാ നമ്പർ സർ? 52 52. ഓക്കെ. ഒന്ന് നോക്കിക്കോളൂ. ചെയ്തിട്ടുണ്ട്. യെസ്. വേറെ ഒന്നും കൂടി വന്നിട്ടുണ്ട്. ആ 40. എത്രയാ? 40. ഓക്കെ. ഓക്കെ, യു ഹാവ് എൻ ഓവർ ഡ്യൂ പേ നൗ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നല്ല തലവേദനയാണ്. കാരണം ഇപ്പൊ US ഡോളർ ആയിട്ടാണല്ലോ ഇങ്ങനെ കിടക്കുന്നത്. ഇല്ല, ഇത് ക്യാൻസൽ ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അതങ്ങ് ഡയറക്റ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് കൊടുക്കായിരുന്നു. അല്ല, സപ്പോർട്ട് എന്നുള്ളതൊന്ന് നോക്ക്. സപ്പോർട്ടിൽ നമ്മൾ ടിക്കറ്റ്സ് ഓപ്പൺ ചെയ്യാനായിട്ട് അവരുടെ ചാറ്റ് സപ്പോർട്ടായിട്ട് സംസാരിക്കാനൊക്കെയാണ്. കോണ്ടാക്ട് സപ്പോർട്ട് പിൻ. ഓഹോ, ഓക്കെ ഫൈൻ. അപ്പോ priya.digital.site ഇതാണല്ലോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. ആ അപ്പൊ തൽക്കാലം നോക്കട്ടെ.
ഇപ്പൊ നമ്മൾ തൽക്കാലം ഗോഡാഡിയിലോട്ട് വന്നു എന്ന് വിചാരിക്കുക. ഇതിപ്പോ ഞാനിപ്പോ വിഷ്ണുപ്രിയയുടെ ഇതിൽ നിന്ന് ഗോഡാഡിയിലോട്ട് ഒന്ന് കയറുവാണേ. ആ ഇപ്പൊ വേറൊരു വഴിയില്ല, നമുക്കിപ്പോ ഇങ്ങനെ പ്രിയ ഡിജിറ്റൽ ഡോട്ട് സൈറ്റ് അവിടെ കണക്ട് ചെയ്തു, അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഓരോരോ ഹെഡേക്ക് ആണ് നമുക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഫേസ് ചെയ്തേ പറ്റൂ. അപ്പോൾ തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് പുതിയൊരു ഡൊമൈനും കൂടി പർച്ചേസ് ചെയ്യാം. പുതിയൊരു ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ നമുക്ക് വന്നിട്ട് മാനേജ് സെർച്ച് ഫോർ എ ന്യൂ ഡൊമൈൻ. ഇപ്പോൾ പുതിയൊരു ഡൊമൈൻ നെയിം ഒക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്ത് പേരായിരിക്കും എടുക്കുക? സെയിം പേരിൽ പറ്റുമോ? അല്ല, സെയിം പേര് ഓൾറെഡി പോയി കഴിഞ്ഞല്ലോ. പക്ഷെ പ്രിയ ഡിജിറ്റലിന് പകരം വേറെ എന്തെങ്കിലും പേരുണ്ടോ? വിഷ്ണുപ്രിയ? വേറെ പേരൊന്നും ഇല്ല. പ്രിയ ഡിജിറ്റൽ ഡോട്ട് ഷോപ്പ് ആക്കിയാലോ? ഓക്കെ. ഇത് വലിയ കുഴപ്പമില്ലല്ലോ. വേറെ ഇതിന് കുറഞ്ഞ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. 140 രൂപ എന്തോ ആയില്ലേ ഇന്നലെ? ആ അപ്പൊ അത് നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പൊ വലിയ പ്രോബ്ലം ഇല്ല. അപ്പൊ അറിയാലോ, നമ്മൾ ഡോട്ട് ഷോപ്പ് ആണ് ഇനി അടുത്ത ഡൊമൈൻ നെയിം. സോ ഇതിനെ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഡോട്ട് സൈറ്റ് നമ്മൾ എടുത്തു, അത് അവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം അതിൽ സ്പെൻഡ് ചെയ്യാനും പറ്റില്ല. അതാണ് ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ. ബട്ട് പ്രിയ ഡിജിറ്റൽ ഡോട്ട് ഷോപ്പിലേക്ക് നമ്മൾ വരുന്നു. നേരെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഓർക്കണ്ടോ? എന്ത് ചെയ്യണം ഇതിനകത്ത് ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുമ്പോൾ? കണ്ടിന്യൂ ടു കാർട്ട്. കണ്ടിന്യൂ ടു കാർട്ട് കൊടുത്തു. തൽക്കാലം നമ്മൾ 1 ഇയറിന്റെ പാക്കേജ് എടുക്കുവാണ് അല്ലേ? ആ അപ്പോൾ ഇതില് ഫോർ ദ ടൈം ബീങ് ഇത് മറ്റേതാണല്ലോ, പേയ്മെന്റ് കാർഡ് ഡീറ്റെയിൽ ആണല്ലോ. അല്ല, ഒരു മിനിറ്റ്. ഇപ്പൊ വിഷ്ണുപ്രിയക്ക് ഗൂഗിൾ പേ ഉണ്ടോ? ഉണ്ട്. എന്താ നമ്പർ? ഞാൻ ചാറ്റിൽ ഇട്ടാ മതിയോ നമ്പർ, അതോ പറഞ്ഞേരണോ? അല്ല, അയ്യോ, വാട്സാപ്പിൽ ഇട്ടാലും മതി. ഓക്കെ. സാർ നമ്പർ അയച്ചിട്ടുണ്ട്. അതെ അല്ലേ? ഓക്കെ. ഉണ്ണികൃഷ്ണനാണോ? അതെ. അത് ഈ സെയിം എമൗണ്ടേ ആ ഒന്ന് ജി പേ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കിട്ടിയോന്നൊന്ന് നോക്കാവോ? കിട്ടി. കിട്ടിയല്ലോ. ഓക്കെ ഓക്കെ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ. തൽക്കാലം വിഷ്ണുപ്രിയ എന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുക. വിഷ്ണുപ്രിയയുടെ ഇതിനകത്താണ് ഇരിക്കുന്നത്. നമുക്ക് ഡോട്ട് ഷോപ്പിനെ എടുക്കണം. അപ്പോൾ അതൊന്ന് എടുത്തോളൂ. അത് ഒന്ന് റീലോഡ് കൊടുത്തിട്ടേ ആ റൈറ്റ് സൈഡിൽ മേളിൽ നമ്മുടെ കാർട്ടിനകത്ത് കിടക്കുന്നുണ്ടാവും. അതെ, ആ ബെല്ലൈക്കണിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാർട്ട് ഉണ്ട്. അതിലേക്ക് വരിക. അവിടെ വന്നിട്ട് ഡോട്ട് ഷോപ്പ്, ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു ചാർജസ്. ഈ ഫുൾ ഡൊമെയിൻ പ്രൊട്ടക്ഷൻ അത് വേണ്ട, അത് അഡീഷണൽ. ഗോഡാഡി തന്നെ നമ്മുടെ ഡൊമൈൻ നെയിമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് കൊടുക്കുന്നു ചെക്കൗട്ട്. ഓക്കെ, കൊടുത്തോളൂ. ഡോട്ട് ഷോപ്പ് ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, 6.44 AED. അപ്പോൾ പുതിയ ടാബിലേക്ക് വരിക. 6.44 AED എത്ര ഇന്ത്യൻ റുപ്പിയാന്ന് നമുക്കൊന്ന് നോക്കാം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നും നോക്കാം. AED to INR 6.44 കൊടുക്കുക. 2.79. കറക്റ്റ് അല്ലേ? ആ ഓക്കെ, കംപ്ലീറ്റ് പർച്ചേസ് കൊടുക്കുക. ഓക്കെ, പ്രിയ ഡിജിറ്റൽ ഡോട്ട് ഷോപ്പ്. തൽക്കാലം ആ ഡൊമൈൻ നെയിമിന്റെ പേര് കോപ്പി ചെയ്യുക. ആ മേളിൽ വന്ന് ഓക്കെ. ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. കോപ്പി കണ്ടിന്യൂ കൊടുത്തോളൂ താഴെ. പബ്ലിഷ് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഫൈൻ. സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രിയ ഡിജിറ്റൽ ഡോട്ട് സൈറ്റിനെ നമ്മുടെ ഹോസ്റ്റിംഗ് എവിടെയാണ്? സൈറ്റാണോ? ഡോട്ട് ഷോപ്പ് അല്ലേ നമ്മുടെ? ഇപ്പൊ വാങ്ങിച്ച ഏതാ? ഷോപ്പോ സൈറ്റോ? ഇപ്പത്തതാ സൈറ്റ്, ഇപ്പൊ ഷോപ്പാ. ഇപ്പൊ ഷോപ്പാണല്ലോ. ഓക്കെ, ഫൈൻ. ലെഫ്റ്റ് സൈഡിൽ ഡൊമൈൻ എടുക്കുക. ഡൊമൈൻ യെസ്, ഡോട്ട് ഷോപ്പ് നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഷോപ്പിനെ നമ്മൾ കോപ്പി ചെയ്തല്ലോ. ആ ഇനി നമ്മൾ ഇതിലോട്ട് വരാം. നമ്മുടെ എന്താ ഹീറോ ഹോസ്റ്റിലോട്ട് വന്നു. ഇപ്പൊ എടുക്കേണ്ടത് ഇപ്പം ഇന്നലെ ഉണ്ടാക്കിയ മെയിലാണോ അതോ പഴയ മെയിലാണോ? ഇന്നലെ ഉണ്ടാക്കിയ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നില്ലായിരുന്നോ ഇതിനകത്ത് ഹീറോ ഹോസ്റ്റിംഗ്? ആ. അപ്പോൾ ഒരു വഴി അല്ലെങ്കിൽ അടുത്ത വഴി, ഏതെങ്കിലും ഒരു വഴി കൂടി പോയാലും നമുക്ക് എന്ത് വേണം? നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതൊന്ന് എടുത്തേ. ഹീറോ ഹോസ്റ്റിയുടെ ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യൂ. പുതിയ ടാബ് ചെയ്യണോ അതോ ഇതന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? അല്ല, നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചായിരുന്നല്ലോ ഗൂഗിൾ ആ ക്രോമിൽ. ഇതന്നെ. അത് ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് ചെയ്തോളൂ. കാരണം ഇതിപ്പോ എൻ്റയർ സ്ക്രീൻ അല്ല, ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ടാബ് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഗോഡാഡി മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വിഷ്ണുപ്രിയയുടെ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് ക്രോമിലേക്ക് ഒന്ന് വന്നോളൂ. ക്രോം ഒന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ, ആ സൈറ്റിന് പകരം നമുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാം. പ്രിയ ഡിജിറ്റൽ തന്നെയായിരുന്നല്ലോ അല്ലെ? ആ ഇനി എന്ത് ചെയ്യണം? യൂസ് കൊടുക്കുക. ആ.
നമുക്ക് അപ്രോക്സിമേറ്റ്ലി 57 rupees 82 paise ആയിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ കൊടുത്തോളൂ. ആ ഒരു മാസത്തെ പാക്കേജ് 57.82. അതിനെ കണ്ടിന്യൂ ചെക്കൗട്ട് കൊടുക്കുക. ഐ ഹാവ് റെഡ് ആൻഡ് എഗ്രീഡും കൂടി കൊടുക്കണം. മേളില് UPI എന്ന് പറഞ്ഞുണ്ടോ? ആ അതിന് സെലക്ട് ചെയ്യുക. അല്ല, ഏതാ കംഫർട്ടബിൾ? ഗൂഗിൾ പേ ആണോ ഫോൺ ആ പേ? ഫോൺ പേ ഏതായാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഇത് അതിന്റെ നമ്പർ അല്ല, UPI ആയിരിക്കും ചോദിച്ചത്. ആ ഓക്കെ. അപ്പൊ നമുക്കൊരു ഇത് വന്നിട്ടുണ്ടാവും, നോട്ടിഫിക്കേഷൻ. ഒന്ന് റെഡി ആവട്ടെ. ഇനി ഒന്നും കൂടി സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്ത ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്ത ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ആ ഓക്കെ ഓക്കെ. കാരണം രണ്ടിനും രണ്ട് ഇമെയിൽ അഡ്രസ് ഒക്കെ ആണല്ലോ. പിന്നെ എനിക്കിപ്പോൾ തന്നേക്കുന്ന ഇമെയിൽ അഡ്രസ്സിന്റെ ലോഗിൻസ് പാസ്വേഡ് ഒക്കെ മാറ്റാം കേട്ടോ. ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് സംഭവം. ഓക്കെ ആയി. ഓക്കെ താങ്ക് യു സർ. താങ്ക് യു താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൺ സർവീസസിലേക്ക് വരാം. ഇതൊന്ന് ലോഡായി വരട്ടെ. ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട് കണ്ടോ. സിംഗിൾ ആ ഷെയർഡ് ഹോസ്റ്റിംഗ് April 12, 2025. അപ്പോൾ ഓരോ മാസം കൂടുമ്പോഴും നമ്മൾ ഇതിനെ റീചാർജ് ചെയ്യണം കേട്ടോ. ഓക്കെ. സാധാരണ നമ്മുടെ ഇപ്പോൾ ഫോണിന്റെ ബാലൻസ് തീർന്നു, ഇന്റർനെറ്റ് തീർന്നു, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓരോ മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ ഇയർലി ഒക്കെ നമ്മൾ ഇത് റിന്യൂ ചെയ്യാറുണ്ടല്ലോ. ആ അതേപോലെ നമ്മളിപ്പോൾ മന്ത്ലി പാക്കേജ് ആണ് എടുത്തിരിക്കുന്നത്. എത്രത്തോളം കാലം നമുക്ക് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യണം, അത്രത്തോളം കാലം നമുക്ക് ഇതിനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. ബട്ട് ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ അടുത്ത വർഷം ആ ഈ ഒരു ഡൊമൈൻ നെയിം 4000-ന്റെ അടുത്തോളം ചാർജസ് വരും, റിന്യൂവൽ ചാർജസ്, ഡൊമൈൻ നെയിം മാത്രം. ഓ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു നോർമൽ ഡൊമൈൻ നെയിം എടുത്തിരിക്കുന്നത്, .shop ഒക്കെ എടുത്തിരിക്കുന്നത്. ഓക്കെ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പ്രജീഷ് ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ അല്ല, ഡാനിയലും കൂടി വരുമായിരിക്കും അല്ലേ? വരാമെന്നാണല്ലോ പറഞ്ഞത്, അരമണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞായിരുന്നു. വന്നില്ല, മേ ബി എന്തെങ്കിലും
തിരക്കായിരിക്കാം. വരട്ടെ, കുഴപ്പമില്ല. നമുക്കപ്പോൾ എന്തായാലും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ. നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്തു, അതേപോലെ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തു, നമുക്കൊരു സെർവർ സ്പേസുമായി അല്ലേ. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് വന്നോളൂ. സാർ ഞാനിപ്പോ പഴയതാണോ എടുക്കേണ്ടത് പുതിയതാണോ എടുക്കേണ്ടത്? ആ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തത് പഴയ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ടാണ് അല്ലേ. ആ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് പുതിയത്. പുതിയത്. അപ്പോൾ ഹോസ്റ്റിങ്ങിന് വേണ്ടി പുതിയ ഇമെയിൽ അഡ്രസ്സിലേക്ക് വരിക. ഡൊമൈനിൻ്റെ ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ പഴയ ഇമെയിൽ അഡ്രസ്സിലേക്ക് പോകണം. അപ്പോൾ ഇതൊന്നും ഒരു പുസ്തകത്തിൽ എവിടെയെങ്കിലും നമ്മൾ അത് എഴുതി എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഈ ഇതിനകത്തെ റെക്കോർഡിങ്ങിനകത്ത് എല്ലാം ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് പിന്നീടാണെങ്കിലും റെക്കോർഡിംഗ് എടുത്ത് നോക്കിയാൽ മതി. പക്ഷേ അതൊക്കെ വലിയ തലവേദനയായിരിക്കും. അപ്പോൾ ബുക്കിൽ എഴുതുന്നത് തന്നെ ഏറ്റവും നല്ലത്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ജിമെയിൽ എടുത്തോളൂ. ഹോസ്റ്റിങ്ങിൻ്റെ മെയിൽ എടുക്കുക. അതിൽ കണ്ടോ പേയ്മെൻറ്റ് റിപ്പോർട്ട്, യുവർ ഓർഡർ ഹീറോ ഹോസ്റ്റ് വെബ് സർവീസ്. മെയിൽ എടുത്തോളൂ, മെയിൽ ജിമെയിൽ എടുത്തോളൂ. ഇപ്പോൾ എടുത്തത് യെസ്, യുവർ ഓർഡർ ഹീറോ ഹോസ്റ്റ് ഈസ് സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ആ. നല്ല മെയിൽ വന്നിരിക്കാം. ഓക്കെ ഫൈൻ ഫൈൻ. അപ്പോൾ അതൊന്ന് തൽക്കാലം ബാക്ക് എടുക്കുക. ഒരു 2 minutes എടുക്കുമായിരിക്കുമേ. ഒന്ന് ആ. റീലോഡ് കൊടുത്തോളൂ. ജിമെയിൽ എടുത്തോളൂ ഒന്നും കൂടി. അല്ലല്ല, റൈറ്റ് സൈഡിൽ നോക്കൂ വിഷ്ണുപ്രിയ. ജിമെയിൽ അവിടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഒരു മെയിലും കൂടി വരാനുണ്ട്, നമ്മുടെ സെർവറിന്റെ ഡീറ്റെയിൽസ്. ന്യൂ അക്കൗണ്ട് ഇൻഫർമേഷൻ. പ്രജേഷിന് കിട്ടുന്നുണ്ടോ? പ്രജേഷും കൂടി എടുത്തോളൂ കേട്ടോ. ഞാൻ എടുത്തു. ഇതിലിപ്പോ പതുക്കനെ താഴോട്ട് വരിക, വളരെ പതുക്കെ താഴേക്ക് വന്നോളൂ. വന്നോളൂ താഴോട്ട് വന്നോളൂ. യെസ്, ഓക്കെ ഓക്കെ ഫൈൻ. ആ നെയിം സെർവർ 1 എന്ന് പറഞ്ഞ കണ്ടോ? ആ. എല്ലാവരും ശ്രദ്ധിക്കുക. ns1.herohosty.xyz. അതേപോലെ തന്നെ നെയിം സെർവർ 2 ns2.herohosty.xyz. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഹോസ്റ്റിംഗ് വാങ്ങിച്ചിരിക്കുന്നത് എവിടെന്നാ? ഹീറോ ഹോസ്റ്റിംഗ്. ഹീറോ ഹോസ്റ്റി. ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തത് എവിടെന്നാ? ഗോഡാഡി. ഗോഡാഡി. അപ്പൊ ഇതിനെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നെയിം സെർവേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും നോട്ട് ഡൗൺ ചെയ്യുക. ആ. ഹോസ്റ്റിങ്ങിന്റെ നെയിം സെർവറിനെ ഡൊമൈൻ്റെ നെയിം സെർവർ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഹോസ്റ്റിംഗിന്റെ നെയിം സെർവറിനെ ഡൊമൈനിന്റെ നെയിം സെർവർ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ നമ്മൾ ചെയ്യും, എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ. ഓക്കെ, പ്രജേഷ് ഓക്കെ അല്ലേ? അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചാൽ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എഴുതിയെടുത്തോന്നാ ചോദിച്ചത്. എഴുതിയെടുത്തു. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രജേഷ് എഴുതുന്നുണ്ടോ അതോ? നോട്ടുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്യാം. തൽക്കാലം പതുക്കനെ താഴേക്ക് വരൂ. ns1.herohosty.xyz എന്ന് പറഞ്ഞുണ്ടോ? ആ. അത് മാത്രം കോപ്പി ചെയ്യാം. അതിൽ സ്പേസ് ബാർ കോപ്പി ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. എന്നിന്റെ മുമ്പിലും XYZ കഴിഞ്ഞിട്ടും സ്പേസ് ബാർ നമ്മൾ കോപ്പി ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. അതെ, ഇപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെയ്തപ്പോൾ സ്പേസ് ബാർ വന്നു. അല്ല, ഓൾറെഡി കോപ്പി ചെയ്തു വിഷ്ണുപ്രിയ. കറക്റ്റ് തന്നെയാണ് കേട്ടോ.
അതെയോ? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ഹോസ്റ്റിംഗിന്റെ നെയിം സെർവറിനെ എവിടെ എവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം എന്നാ പറഞ്ഞേ? ഡൊമെയിനിന്റെ നെയിം സെർവറിലെ. ആ, ഡൊമൈൻ്റെ നെയിം സെർവർ. ഡൊമൈൻ്റെ നെയിം സെർവർ എവിടെ കിട്ടും? ഓൾറെഡി ഇല്ല. ഗോഡാഡി. യെസ്. അപ്പൊ എല്ലാവരും ഗോഡാഡിയിലേക്ക് വന്നോളൂ. ആ, ഇതൊന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്യുക. നമ്മുടെ വിഷ്ണുപ്രിയ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് ആ, ഗോഡാഡിയുടെ ഇതിലേക്ക് വന്നോളൂ. ഗോഡാഡിനെ ഷെയർ ചെയ്യുക. ഗോഡാഡി മറ്റേ ആയിരുന്നല്ലോ. പാസ്വേഡ് മറന്നല്ലോ. ഒരു മിനിറ്റ് നമുക്കത് റെഡിയാക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ തൽക്കാലം പ്രജേഷ് ഇവിടെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഏതാ വിഷ്ണുപ്രിയ നമ്മൾ വാങ്ങിച്ച ഡൊമൈൻ നെയിം? ഷോപ്പ് priyaDigital.shop. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കണ്ടോ റൈറ്റ് സൈഡിൽ മാനേജ് DNS ആ കണ്ട നമ്മുടെ ഡൊമൈൻ നെയിം സെർവർ ആണ്. അതിനെ സെലക്ട് ചെയ്തോളൂ. ഏതിനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഡൊമൈൻ DNS വേണം വരാൻ. അതിന്റെ നടുക്കായിട്ട് കണ്ടോ നെയിം സെർവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ? ആ അവിടെ സെലക്ട് ചെയ്യുക. ചേഞ്ച് നെയിം സെർവർ കണ്ടോ? ആ അവിടെ സെലക്ട് ചെയ്തിട്ട് ഐ വിൽ യൂസ് മൈ ഓൺ നെയിം സെർവർ തൊട്ട് താഴെ. അപ്പോൾ നെയിം സെർവർ 1 അതില് നമ്മുടെ ഇപ്പൊ കോപ്പി ചെയ്ത ഹോസ്റ്റിംഗിന്റെ അതിനെ പേസ്റ്റ് ചെയ്യാം. തൽക്കാലം നെയിം സെർവർ 2നെയും അത് തന്നെ പേസ്റ്റ് ചെയ്തിട്ട് 1 മാറ്റി 2 ആക്കുക. ഓക്കെ. അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ നെയിം സെർവേഴ്സ് കിട്ടിയത് അല്ലേ? ഇവിടെ 1 മാറ്റി 2 അല്ലേ? 1 മാറ്റി 2 ആക്കിക്കോളൂ. Okay. എന്നിട്ട് അതിനെ സേവ് എന്ന് പറഞ്ഞു കൊടുക്കുക. വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ക്ലിക്കിംഗ് കണ്ടിന്യൂ തന്നെ കൊടുത്തോളൂ. സക്സസ്, യുവർ റിക്വസ്റ്റ് ഇസ് ഇൻ പ്രോസസ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് റെഡി ആയിക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ചെയ്യുക. വിഷ്ണുപ്രിയ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. പ്രജേഷ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. അതിന്റെ റൈറ്റ് സൈഡിൽ മേളില് റൈറ്റ് സൈഡിൽ താഴെ G എന്ന് പറഞ്ഞ കണ്ടോ? നമുക്ക് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കാം. ഇതിലേതാണെന്ന് വെച്ചാൽ PMTdigital.shop. അതിനെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡൊമൈൻസ് എടുക്കാം. മാനേജ് DNS. അതില് നെയിം സെർവേഴ്സിലേക്ക് വരിക. ഏറ്റവും ടോപ്പിൽ അതിനകത്ത് ചേഞ്ച് നെയിം സെർവർ എന്ന് പറഞ്ഞു കൊടുത്തു. അത് പോയല്ലോ. നോക്കൂ. ഇതിൽ നമ്മുടെ നെയിം സെർവറിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. NS1 തന്നെ പേസ്റ്റ് ചെയ്തിട്ട് 1 മാറ്റിയിട്ട് 2 ആക്കുക. കാരണം NS2 ആണ് രണ്ടാമത്തെ നെയിം സെർവറിൽ വരുന്നത്. ഇനി സേവ് കൊടുത്തോളൂ. അതിനെ കണ്ടിന്യൂ കൊടുക്കുക. റെഡിയായി. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. ഡൊമൈൻ വാങ്ങിച്ചു, ഹോസ്റ്റിംഗ് വാങ്ങിച്ചു, അതിനെ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോ വിഷ്ണുപ്രിയയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്.
ആ ഡൊമെയിനും ഹോസ്റ്റിങ്ങും നമ്മൾ ഗോഡാഡിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെ കണക്ട് ചെയ്യണം? ഡൊമെയിനും ഹോസ്റ്റിംഗും ഇതുപോലെ തന്നെ അല്ലേ? ഇതുപോലെ കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഡൊമെയിനും ഹോസ്റ്റിങ്ങും നമ്മൾ ഗോഡാഡിയിൽ നിന്ന് തന്നെയാണല്ലോ വാങ്ങിക്കുന്നത്. അപ്പൊ ഇതുപോലെ കണക്ട് ചെയ്യണ്ട. ചെയ്യണ്ട, ചെയ്യണ്ട. ഓക്കെ. നമ്മളിപ്പോൾ രണ്ടും രണ്ട് സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യണം. യെസ്, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുക. പ്രജേഷിന് ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ? ഓക്കെ. ഓ, സാർ ഇത് ഒന്നും, അതായത് കോപ്പി പേസ്റ്റ് ഇപ്പൊ പേസ്റ്റ് ചെയ്തത് 1, 2 കൊടുത്തില്ലേ, അതെന്താ അങ്ങനെ ഒന്നിൽ തന്നെ ഒരേ നെയിമിൽ തന്നെ 1, 2? എന്താണ്? കാരണം നെയിം സെർവർ ഒന്ന് പ്രജേഷ് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. വിഷ്ണുപ്രിയ വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ആ ജിമെയിൽ ഒന്ന് എടുക്കുക. ജിമെയിലിലോട്ട് വന്നോളൂ. ആ ജിമെയിലിന്റെ ഇത് ഷെയർ ചെയ്യുക കേട്ടോ. ഇതിപ്പോ ഗോഡാഡി അല്ലേ, ഇത് സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് ജിമെയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചായിരുന്നല്ലോ, അതിലോട്ട് വന്നോളൂ. ഇതില് കണ്ടോ? NS ഒന്ന് വായിച്ചേ. നെയിം ആ സെർവർ 1. നെയിം സെർവർ 1 NS1 ഹീറോ ഹോസ്റ്റ് XYZ, നെയിം സെർവർ 2 NS2 ഹീറോ ഹോസ്റ്റ് XYZ. യെസ് യെസ് യെസ്. അപ്പോൾ ഇതിന്റെ ഹീറോ ഹോസ്റ്റിയുടെ ആ ഒരു നെയിം സെർവർ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചേഞ്ച് അവിടെ വരുത്തിയിരിക്കുന്നത്. ഓക്കെ, NS2 ആണ് അതിന്റെ നെയിം സെർവർ 2ൽ വരുന്നത് അല്ലേ? ആ ആ ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പിടികിട്ടിയെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. എല്ലാവരും നമ്മുടെ ഹീറോ ഹോസ്റ്റിയിലേക്ക് തിരിച്ചു വരിക. ഹീറോ ഹോസ്റ്റി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് വന്നോളൂ. അതില് ഇതല്ലല്ലോ, ഇത് പഴയ ഇമെയിൽ ഐ ഡി ആണെന്ന് തോന്നുന്നു അല്ലേ? ഒന്ന് റീലോഡ് കൊടുക്കൂ. റീലോഡ്. ആ അതിലിപ്പോ വൺ സർവീസസ് എന്ന് പറഞ്ഞ് വന്ന കണ്ടോ? ആ എടുത്തോളൂ. വൺ സർവീസസ്, നമ്മുടെ സർവീസസ് എടുത്തോളൂ. പ്രജേഷ് എടുത്തോളൂ കേട്ടോ. കിട്ടിയോ വൺ ഓക്കെ. സർവീസസ്? ഓക്കെ, എടുത്തു. അതില് ഷെയർഡ് ഹോസ്റ്റിംഗ്, സിംഗിൾ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞുണ്ടോ? 49 രൂപ ആക്റ്റീവ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നത് കിട്ടുന്നുണ്ടോ? അവിടെ സെലക്ട് ചെയ്യുക. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഇതില്ലേ, അവിടെ സെലക്ട് ചെയ്തോളൂ. ഷെയർഡ് ഹോസ്റ്റിംഗ്, സിംഗിൾ ഷെയർഡ് ഹോസ്റ്റിംഗ്. യെസ്, അതിൽ digital.shop ആ സെലക്ട് ചെയ്തോളൂ. ക്ലിക്ക് ചെയ്തോളൂ. ക്ലിക്ക്. യെസ്, ആ എല്ലാവരും. പ്രജേഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആ റൈറ്റില് ഗോഡാഡിയിലോട്ടാണ് പോണേ അല്ലേ? ആ ഓക്കെ, തൽക്കാലം അത് ക്ലോസ് ചെയ്യുക. വീണ്ടും തിരിച്ച് നമ്മുടെ അതിലോട്ട് തന്നെ വരിക. ഏത് ക്ലോസ് ചെയ്യേണ്ടത്? ഇപ്പം ഓപ്പൺ ആയ ടാബ് ഹീറോ ഹോസ്റ്റിംഗോ? അല്ല, ഗോഡാഡി. ഇപ്പൊ നമ്മൾ ഓപ്പൺ ആയ ടാബ് കണ്ടോ? പേജ്. യെസ്, ആ ടാബ് തന്നെ. അതല്ല, വിഷ്ണുപ്രിയ, പ്രിയ ഡിജിറ്റൽ എന്ന് പറഞ്ഞ കണ്ടോ? ആ ആ അതിനെ ഒന്ന് ക്ലോസ് ചെയ്തോളൂ. ഇനി ഒന്ന് റീലോഡ് കൊടുക്കൂ. ആ വരട്ടെ വരട്ടെ. അത് DNS ഇപ്പൊ മാറ്റിയല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ച് ടൈം എടുത്തേക്കാം അതൊന്ന് റെഡിയായി വരാനായിട്ട്. ഓക്കെ, ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ഡൊമൈൻ നെയിം നമ്മുടെ ചാറ്റിലോട്ട് ഒന്ന് ഇട്ടോളൂ. എല്ലാവരുടെയും ഡൊമൈൻ നെയിം ഒന്ന് ചാറ്റിലേക്ക് ഇടുക.
ഓക്കെ, പ്രിയ ഡിജിറ്റൽ ഡോട്ട് ഷോപ്പ് വന്നിരിക്കുന്നു. ഇത് ലാൻഡറിലോട്ടാണ് പോകുന്നത്. ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ dnschecker.com എന്ന് പറഞ്ഞൊരു സൈറ്റിൽ വന്ന് ജസ്റ്റ് DNS ആക്ടിവേറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാണ്. ഓക്കെ, എല്ലായിടത്തും നമുക്ക് ടിക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. ഡിജിറ്റൽ ഡോട്ട് ഷോപ്പ് ഓക്കെ ആണ്. PMT ഡിജിറ്റൽ ഡോട്ട് ഷോപ്പ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ, അത് റെഡിയായി വന്നിരിക്കുന്നു. സെർവറൊക്കെ ഓൾമോസ്റ്റ് ചില സ്ഥലങ്ങളിലായിട്ടില്ല. US-ലും സൗത്ത് കൊറിയ, ന്യൂസിലാൻഡ്. ഓക്കെ, അത് തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. നമുക്ക് വീണ്ടും നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതെല്ലാം മറ്റേ ഹീറോ ഹോസ്റ്റി ഒന്ന് എടുത്തോളൂ കേട്ടോ. ആ ഓക്കെ. എല്ലാവരും ഒന്ന് റീലോഡ് കൊടുക്കുക. റീലോഡ് കൊടുത്തിട്ട് അവിടെ ഒന്നും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഷെയർഡ് ഹോസ്റ്റിംഗ്, അത് തന്നെ അവിടെ വെറുതെ ഒന്ന് ആ, ഇതൊന്ന് ക്ലോസ് ചെയ്തോളൂ. ആ ആക്റ്റീവ് എന്ന് പറഞ്ഞ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ടാബ് ഇപ്പൊ നമ്മൾ ഓപ്പൺ ആയില്ലേ? അതല്ല, ആ, ഈ ടാബ് തന്നെ. യെസ്, ഈ ടാബ് തന്നെ ക്ലോസ് ചെയ്തോളൂ. ആ റൈറ്റ് സൈഡിൽ ആക്റ്റീവ് എന്ന് പറഞ്ഞുണ്ടോ? ആക്റ്റീവ്, ആ, അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ, പ്രജേഷ് ഒക്കെ ആണോ? ഓക്കെ ഓക്കെ. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ആക്റ്റീവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ? ഡിസ് യൂസേജ് ബാൻഡ്വിഡ്ത്ത് അതാ. അതെ അതെ, അതിൽ ലോഗിൻ ടു സി പാനൽ കൊടുത്തോളൂ. ലോഗിൻ ടു സി പാനൽ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ലോഗിൻ ടു സി പാനൽ? ആ ഓക്കെ. അതിനെ ഒന്ന് സെലക്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, ഒറ്റ മിനിറ്റ്, ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. ഇതിനകത്തൊരു ചൂസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളൊരു വിൻഡോ ആണ്.
ഹലോ ഹലോ. ഹലോ. എല്ലാവരും റെഡി ആണല്ലോ? ലോഗിൻ ടു സി പാനൽ കൊടുത്തോളൂ കേട്ടോ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് എല്ലാവരും എടുക്കുക. പ്രജേഷിന് സി പാനലിൽ വരാൻ പറ്റിയോ? കിട്ടിയല്ലോ, ഇതേ വിൻഡോ തന്നെയാണ് കിട്ടി. യെസ്. അപ്പൊ അതിനെ താഴെ സ്കിപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ പറയണം. ഇതില് ഇമെയിൽ എന്ന് പറഞ്ഞു കണ്ടോ? ഇമെയിൽ അക്കൗണ്ട്സ്. എല്ലാവരും ആ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ അവിടെ ഇമെയിൽ അക്കൗണ്ട്സിൽ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യണം. ആ ഇമെയിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കണ്ടോ നമുക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ ആ പറ്റും. ആ അതിനെ സെലക്ട് ചെയ്തോളൂ. ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് support@priyadigital.shop, help@priyadigital.shop അല്ലെങ്കിൽ contact@priyadigital.shop എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ എന്ത് ചെയ്യാം? മെയിൽ ജിമെയിൽ. യെസ് നമുക്ക് നമ്മുടെ ബിസിനസ് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് 5 ബിസിനസ് ഇമെയിൽ അഡ്രസ്സ് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഫ്രീ അല്ല, നമ്മൾ 59 രൂപ കൊടുത്തല്ലോ. ആ അപ്പോൾ ആ ഒരു പാക്കേജിൽ ഇത്രയും വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ തൽക്കാലം എന്താണ് നമ്മുടെ പ്രിയ അല്ല, ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തോളൂ. help@ അല്ലെങ്കിൽ support@ എന്ന് പറഞ്ഞു കൊടുക്കുക. സപ്പോർട്ട് ആണെങ്കിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, support@priyadigital.shop എന്ന് റൈറ്റ് സൈഡിൽ വരും. കൊടുക്കണ്ട, സപ്പോർട്ട് എന്ന് മാത്രം കൊടുത്താൽ മതി. സപ്പോർട്ട് എന്ന് മാത്രം കൊടുത്താൽ ആ പ്രജേഷ് ശ്രദ്ധിക്കണം കേട്ടോ. സപ്പോർട്ട് എന്ന് മാത്രം കൊടുക്കുക. ഓക്കെ. ഇനി അതിൻ്റെ താഴെ നമുക്കൊരു പാസ്വേഡ് സെറ്റാക്കാം. തൽക്കാലം ജനറേറ്റ് കൊടുത്തോളൂ. നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് വെറുതെ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മളത് യൂസ് ചെയ്യുന്നില്ല, ചുമ്മാ ഒരു ഓക്കെ. ഇതായിട്ട് ചെയ്യുന്നു മാത്രം. അപ്പൊ ഒരു സ്ട്രോങ് പാസ്വേഡ് ഒക്കെ കൊടുക്കുക. ഇതിനെ വേണമെങ്കിൽ പിന്നീട് ഡിലീറ്റ് ഒക്കെ ചെയ്ത് കളയാം. ആ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ താഴേക്ക് വരിക. ആ ഏറ്റവും താഴെ വന്നിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തോളൂ. അതിന്റെ മേലെ സ്റ്റേ ഓൺ അത് ടിക്ക് ചെയ്യണോ? വേണ്ട വേണ്ട, വെറുതെ നോർമലി ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ഈ കൊടുത്തോളൂ. പാസ്വേഡ് നമുക്ക് പിന്നെ ആവശ്യം വരുമോ? അത് എഴുതി വെക്കുമോ, എന്തെങ്കിലും ചെയ്യണോ? ഇതിപ്പോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യും. ഈ പാസ്വേഡ് എന്താ പറയാ, റെക്കോർഡഡ് ആണല്ലോ. ഓക്കെ, ശരി. അപ്പോൾ ഇത് നമ്മളൊന്ന് കണ്ടിട്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, നമുക്ക് support@priyadigital.shop, പിന്നെ ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, help@priyadigital.shop അല്ലെങ്കിൽ admin@priyadigital.shop അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ഇമെയിൽ അഡ്രസ്സ് ഓക്കെ. ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തൽക്കാലം ആ റൈറ്റ് സൈഡിൽ ചെക്ക് ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ചെക്ക് ഇമെയിൽ. ആ അതല്ല, support@priyadigital.ന്റെ ആ തൊട്ട് കണ്ടു. ആ അതിനെ സെലക്ട് ചെയ്തോളൂ. ഇതിലിപ്പോ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് റൗണ്ട് ക്യൂബ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ റൗണ്ട് ക്യൂബ് എന്ന് പറഞ്ഞ് കാണാം. ആ അതിന്റെ താഴെ ഓപ്പൺ എന്ന് പറഞ്ഞു കണ്ടോ? ആ അതിനെ സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു ഇമെയിലിനെ ഓപ്പൺ ആക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇപ്പൊ തൽക്കാലം ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോ? ക്രിയേറ്റില്ല, ഒരു എഡിറ്റ് ബട്ടൺ പോലെ തന്നെ, ഇൻബോക്സ് എന്ന് പറഞ്ഞിട്ട്. യെസ്. അവിടെ ആ പേനയുടെ സിമ്പലിൽ ക്ലിക്ക് ചെയ്യുക. ആ ഇൻബോക്സിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ആ പേന പോലെ ക്രിയേറ്റ് എ ന്യൂ മെസ്സേജ് ആ അവിടെ സെലക്ട് ചെയ്തോളൂ.
ഇതിൽ നിന്ന് ഫ്രം സപ്പോർട്ടഡ് പ്രിയ ഡിജിറ്റൽ അതിന്റെ കൂടെ തന്നെ ടൂവിനകത്ത് കൊടുക്കുക നിങ്ങളുടെ സ്വന്തം ഇമെയിൽ അഡ്രസ്. നമ്മുടെ സ്വന്തം ഇമെയിൽ അഡ്രസ്സിനെ ടൈപ്പ് ചെയ്ത് കൊടുത്തോളൂ. സബ്ജക്റ്റ് വേണമെങ്കിൽ ടെസ്റ്റ് മെയിൽ എന്ന് പറഞ്ഞു കൊടുക്കുക. ടെസ്റ്റ് മെയില്. ടെസ്റ്റ് മെയിൽ, യെസ്. വെറുതെ ടെസ്റ്റ് മെയിൽ. അതിന്റെ താഴെ സബ്ജക്റ്റ് കൊടുക്കാം ഹായ് എന്ന് പറഞ്ഞിട്ട്, ചുമ്മാ ഒരു ഹായ് എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ താഴെ താഴെ ബോട്ടം സബ്ജക്റ്റിന്റെ തൊട്ട് താഴെ ഒരു സ്പേസ് കണ്ടോ, വെള്ള കളർ സ്പേസ് ആയിട്ട്. ഇതിന്റെ ഇന്റർഫേസ് ഒക്കെ പലതും പല രീതിയായിരിക്കും, അതാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ബട്ട് വെറുതെ ഒരു ഹായ് എന്ന് പറഞ്ഞിട്ട് സെൻഡ് കൊടുത്തോളൂ. വേണമെങ്കിൽ വലിയൊരു മെസ്സേജ് ഒക്കെ കൊടുക്കാം കേട്ടോ. അത് നമ്മളിപ്പോ തൽക്കാലം കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എങ്ങനെയുണ്ട് പ്രജേഷ്, ഓക്കെ ആവുന്നുണ്ടോ? മെയില് ഫെയിൽഡ് ആയി. മെയിൽ ഐ ഡി തെറ്റിപ്പോയോ എന്നൊന്ന് നോക്കൂ. ഇമെയിൽ ഐ ഡി കൊടുത്തിരിക്കുന്നത് തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഒരു ആൽഫബറ്റ് മാറിക്കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡി തെറ്റിപ്പോവും. സ്പെല്ലിംഗ് തെറ്റായിട്ട് കാണുന്നില്ല. വിഷ്ണുപ്രിയക്ക് മെയിൽ വന്നോ? ഇന്ന് ഒരു 2 മിനിറ്റ് എടുക്കും മെയിൽ വരാനായിട്ട്. മെയിൽ വരുവാണെങ്കിൽ ഒന്ന് അക്നോളജ് ചെയ്യണേ. വിഷ്ണുപ്രിയ ഓക്കെ ആണോ? മെയിൽ വന്നില്ല. ഓക്കെ. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഇതിനകത്തുനിന്ന് വരാൻ കുറച്ച് ടൈം ലാഗ് എടുക്കും. കാരണം അതിലും ഫെയിൽഡിംഗ് ആണല്ലോ കാണിക്കുന്നത്. എന്താണ്? വിഷ്ണുപ്രിയക്കും മെയിൽ ഡെലിവറി ഫെയിൽഡ് എന്ന് പറഞ്ഞല്ലേ കാണിക്കുന്നത്. യെസ്, മെയിൽ ഡെലിവറി. ഫെയിൽഡ്. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, തൽക്കാലം ലെഫ്റ്റ് സൈഡിൽ ഒന്നും കൂടി ഒന്ന് മെയിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തല്ലേ ഉള്ളൂ, മേ ബി അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് വന്നേക്കാം. നമുക്ക് നോക്കാം എന്തായാലും. മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തോളൂ. ഒന്നും കൂടി ചെയ്യാം, സെയിം തന്നെ. ടെസ്റ്റ് മെയിൽ എന്ന് എഴുതണ്ട,
സബ്ജക്റ്റ് നമുക്ക് വെൽക്കം എന്ന് പറഞ്ഞു കൊടുക്കാം തൽക്കാലം. വെൽക്കം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കൊടുക്കുക. അതിൻ്റെ താഴെ ഹായ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ വെൽക്കം ടു പ്രിയ ഡിജിറ്റൽ ദുബായ്. സെൻഡ് കൊടുത്തു. യെസ് യെസ്, വെൽക്കം ടു പ്രിയ ഡിജിറ്റൽ ദുബായ്. വീണ്ടും മെയിൽ ഡെലിവറി ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് നോക്കാം. മേ ബി ഒന്നും കൂടിയൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. നാളെ ആകുമ്പോഴും ചെക്ക് ചെയ്യുക. മേ ബി ആദ്യത്തെ ഒരു ഇതായേക്കാം. എന്താണാവോ ഇങ്ങനെ ഫെയിൽ ആവുന്നത്. ബട്ട് നോ വറീസ്, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. ഇതൊരു ഐഡിയ കിട്ടിയല്ലോ. നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ബിസിനസ് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാം. ഉം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലം നമ്മുടെ കൺട്രോൾ പാനലിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇല്ല, ഇപ്പൊ റെഡി ആയിട്ടുണ്ടല്ലോ. ആ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്യൂ. നമ്മുടെ വിഷ്ണുപ്രിയ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് പ്രജേഷ് അല്ല, ഒന്ന് സ്ക്രീൻ ഇപ്പം ഷെയർ. നമ്മളിപ്പോ ഇൻബോക്സിലാണല്ലോ നോക്കുന്നത്. ഇൻബോക്സിൽ ആദ്യമായി ഒരു ഡെലിവറി ഫെയിൽഡ് ഷെയർ ആയിട്ടുള്ള ചെയ്തോളൂ, മാത്രമാണ് ഷെയർ അതിൽ ചെയ്തോളൂ, കാണിച്ചിട്ടുള്ളത്. ഷെയർ ചെയ്തോളൂ. ഓക്കെ. അയച്ചായിരുന്നോ? സെൻഡ് മെയിലിലോട്ട് വരും. സെൻഡ് മെയിൽ ലെഫ്റ്റ് സൈഡിൽ. ഇതിലിപ്പം ലാസ്റ്റ് ടൈം അയച്ചത് കാരണം വെച്ചാൽ നേരത്തെ അത് ഫെയിൽഡ് ആയതുകൊണ്ടാണ് ഇൻബോക്സിൽ വന്നത്. നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെൻഡിലാണല്ലോ കാണേണ്ടത്. യെസ് യെസ്, സെൻഡിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി മെയിൽ എടുക്കൂ. സെൻഡിൽ മെയിലിൽ ലാസ്റ്റ് അയച്ച വന്നിട്ടുണ്ടോ മൂന്ന് നോക്കൂ. മെയിലും വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം മാത്രമേ ഫെയിൽഡ് വന്നിട്ടുള്ളൂ. അതെ അതെ, ഇപ്പൊ റെഡിയായി. അപ്പോൾ ഓരോ സമയം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് വിഷ്ണുപ്രിയയും കൂടി നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ പ്രജേഷ് ഒന്ന് ജിമെയിൽ എടുക്കൂ. ജിമെയിലിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കൂ. ഇൻബോക്സ് എടുത്തോ. അതെ, ടെസ്റ്റ് മെയിൽ support@pmtdigital.shop വന്നിട്ടുണ്ട് അല്ലേ? ഉം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ ഇമെയിൽ സിസ്റ്റം ഒക്കെ ആയതുകൊണ്ടേ കുറച്ച് ടൈം എടുക്കും അതൊന്ന് വർക്കായിട്ടൊക്കെ വരാൻ. അതിൻ്റെയൊക്കെ ഓരോരോ ലിമിറ്റേഷൻസ് ആയിരിക്കാം. ബട്ട് കുഴപ്പമില്ല, എന്തായാലും നോക്കാം. റെഡി ആയോ? ഓക്കെ ഓക്കെ ഫൈൻ. ഇനി കൺട്രോൾ പാനലിലേക്ക് വരൂ. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ കൺട്രോൾ പാനലിലേക്ക് വന്നോളൂ. ഇവിടെ അല്ല. യെസ് യെസ്, ലോഗിൻ ടു സി പാനൽ. താഴെ ലോഗിൻ ടു സി പാനൽ കൊടുക്കുക. ബാക്കിയുള്ള ടാബ് എല്ലാം നമുക്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡിലുള്ളത് ക്ലോസ് ചെയ്തേക്കാം. എല്ലാം ക്ലോസ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഓക്കെ, എല്ലാം പോട്ടെ. ഇത് മാത്രം വെക്കുക. ഓക്കെ ഓക്കെ. ഇനി എങ്ങനെയുണ്ട്? നമുക്കൊരു ബിസിനസ് ഇമെയിൽ ഐ ഡി കിട്ടി അല്ലേ? ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. പ്രജേഷ്, വിഷ്ണുപ്രിയ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുക. അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ അഡ്രസ്സിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. അത് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. സപ്പോർട്ടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ ഒരു ചെറിയ ചെക്ക് ബോക്സ്? ഇതാ ഈ ഡിലീറ്റാ? അല്ല, അതിന്റെ താഴെ സപ്പോർട്ട് കണ്ടോ? സപ്പോർട്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെക്ക് ബോക്സ് കണ്ടോ? support@priyadigital.shopന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്ക്വയർ. ലെഫ്റ്റ് സൈഡിൽ. ഇത് റൈറ്റ് ആണല്ലോ? യെസ്. ആ. അതിനെ ടിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. മേളിൽ, തൊട്ട് മേളിൽ ഓക്കെ. ഡിലീറ്റ് കൊടുക്കാം. യെസ്, ഡിലീറ്റ് 1 കൊടുക്കാം. ആ. ഇനി വേണമെന്നുണ്ടെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്താൽ മതി കേട്ടോ.
ആ പിടികിട്ടിയല്ലോ. എങ്ങനെ ക്രിയേറ്റ് ചെയ്യും പറയാൻ പറ്റുമോ? ഹലോ ഹലോ. ഹലോ, എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അത് മറന്നുപോയി. കണ്ടോ. അപ്പൊ ഇപ്പൊ പഠിച്ച കാര്യം നമ്മൾ ഇപ്പൊ തന്നെ മറന്നു പോയി കൊറേ കഴിഞ്ഞാൽ കൊറേ സ്റ്റെപ്പ് ഉണ്ടായതുകൊണ്ട്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും റൈറ്റ് സൈഡിൽ കണ്ടോ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പൽ, ആ അവിടെ സെലക്ട് ചെയ്യുക. അതിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. എഴുതിക്കോളൂ സപ്പോർട്ട്. ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉം. SUPPORT എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ. അതിൻ്റെ താഴെ ഏതാണ് പാസ്വേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് create. ക്രിയേറ്റ് കൊടുത്തു. യെസ്. ഈ പോയിന്റ്സ് ഒക്കെ എഴുതി എടുക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? ഉണ്ട്. ആ ഓക്കെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും പിന്നീട് കാണുക കേട്ടോ. കാരണം ഈ കോഴ്സ് പഠിക്കുന്നതിനൊരു അർത്ഥം വരണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച കാര്യം എന്നേക്കുമായിട്ട് ഓർത്തിരിക്കണം. ആ അല്ല നമ്മളിപ്പോൾ ഇത് മറന്നുപോയി എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? കിട്ടില്ല. നമുക്കൊരു ജോബിനൊക്കെ പോകുമ്പോൾ അവർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലേ? ആ അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻസിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്യുക. മാക്സിമം നെക്സ്റ്റ് ലെവലിലോട്ടൊക്കെ കടക്കാൻ ശ്രമിക്കുക. ഓക്കെ, തിങ്ക് ചെയ്യുക എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് അത് റെഡിയാക്കാം. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇന്ന് മറന്നുപോയ കാര്യം ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ. ഓക്കെ ആണോ? ആ പ്രജേഷ് ഓക്കെ അല്ലേ? സാർ ഇതെനിയിപ്പം ഓക്കെ. മെയിൽ അയക്കണമെങ്കിൽ ചെക്ക് ഇമെയിൽ എടുത്തിട്ട് അങ്ങനെ, എന്നിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് ഡിലീറ്റ്, ഇത്രയല്ലേ ഉള്ളൂ? യെസ് യെസ് യെസ്, സെയിം സിസ്റ്റം ആണ്, സെയിം സിസ്റ്റം. ആ ഓക്കെ. നമ്മൾ വീഡിയോ കാണുക മാത്രമല്ല കേട്ടോ, കാണുന്നതിൻ്റെ കൂടെ തന്നെ വർക്കൗട്ടും കൂടി ചെയ്യാം. ആ അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്താലേ അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എഫക്റ്റീവ് ആവുള്ളൂ. കാരണം ഇപ്പോൾ എല്ലാവരും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആരാണ്? ഫ്രഷേഴ്സ് ആണ്. ഉം. അപ്പോൾ ആദ്യമായിട്ട് ഒരു തവണ കേൾക്കുമ്പോൾ ആർക്കും വലിയ ബുദ്ധിജീവികളല്ലല്ലോ എല്ലാവരും. ഉം. നമ്മൾ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അതിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റുള്ളൂ. ആ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? മനസ്സിലാവില്ല ഒന്നുകൂടെ. പെർഫെക്റ്റ് ആവില്ല. അത് നോർമലാണ്, അത് സ്വാഭാവികമാണ്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതിൽ നോ മെർസി, പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോ മെർസി എന്നൊക്കെ പറയാം. അപ്പോൾ സോ വർക്കൗട്ട് ചെയ്യുക, മാക്സിമം റെഡിയാക്കാം. ഓക്കെ, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ മേളിൽ സി പാനലിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ സി പാനൽ എന്ന് പറഞ്ഞാണല്ലോ, സി പാനൽ. ലെഫ്റ്റ് സൈഡ് എവിടെയാണ്? ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് ബുക്ക് ചെയ്യേ വിഷ്ണുപ്രിയ. ഈ പാനൽ ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് നല്ലോണം ബുക്ക് ചെയ്യുക. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ മേളിൽ, മേളിൽ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? അവിടെ സി പാനൽ എന്ന് പറഞ്ഞ് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ട്. ഓക്കെ. യെസ്, അത് ക്ലിക്ക് ചെയ്തോ. ഓക്കെ. പതുക്കനെ താഴേക്ക് വരിക. ഇമെയിൽ കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് വരിക. എല്ലാവരും സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് വന്നോളൂ. വിഷ്ണുപ്രിയക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നൊക്കെ ഉണ്ടോ? ആ എനിക്ക് തോന്നുന്നു കണ്ണൂരല്ലേ ശരിക്കും? അതെ അതെ. അപ്പൊ ഞാൻ പറയുന്ന മലയാളം മനസ്സിലാവുന്നില്ല. കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്സ് വല്ലതുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. ഞാൻ പണ്ട് എന്ന് പറയുമ്പോഴേ കണ്ണൂരിലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാങ് ഭയങ്കര വ്യത്യാസമാണ്.
എന്തൊക്കെയോ ഒക്കെ പറയുന്ന രീതിയിലായിരുന്നു. ബട്ട് ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാറുണ്ടായിരുന്നു ആ കുട്ടിക്ക്. ആ ആ അപ്പൊ അങ്ങനെ ഒരു ചെറിയ ലിമിറ്റേഷൻ ആയിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ആ കുട്ടി പിന്നെ മലയാളമൊക്കെ നല്ലോണം പറയാനൊക്കെ തുടങ്ങി. എന്തേനി എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ നിങ്ങളുടെ സ്ലാങ് ഉണ്ടോ അത്? ഉണ്ട് ഉണ്ട്. ആ, അപ്പോൾ അത് പിന്നെ, പക്ഷെ അത് നല്ല രസമാട്ടോ കേൾക്കാൻ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം അത് റെഡിയായി. ആ നമ്മള് മലയാളമൊക്കെ പഠിപ്പിച്ച് മീൻസ് രസമായിരുന്നു. അപ്പൊ കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾ അപ് ടു അസ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് വരിക. ആ അവിടെ വന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിനെ സോഫ്റ്റാക്യുലസ് ആപ്പ് ഇൻസ്റ്റാളറിലൂടെ വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. വേർഡ് ആ പ്രസ് എന്ന് പറയുന്നത് ഒരു സി എം എസ് ആണ്. സി എം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. എഴുതിക്കോളൂ, സി എം എസ്, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. പലരും പല രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ യു കെയിലാണെന്നുണ്ടെങ്കിൽ കോണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും. കേരളത്തിലോ ഇപ്പോൾ കണ്ണൂരിലാണെങ്കിൽ ഡിഫറെൻറ്റ് സ്ലാങ് പോലെ തന്നെ കേരളത്തിൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ഓക്കെ. എല്ലാം സെയിം തന്നെ. ഓക്കെ, അതൊന്ന് എഴുതിയെടുക്കുക. ആ പ്രജേഷ് എഴുതിയോ? ആ എഴുതി. ഓക്കെ, അപ്പോൾ ആ സോഫ്റ്റാക്യുലസ് ആപ്പ് ഇൻസ്റ്റാളറിനെ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് കാണാം വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എഴുതിക്കോളൂ, എക്സാമ്പിൾസ് ഓഫ് സി എം എസ്, വേർഡ് പ്രസ്, അതേപോലെ തന്നെ ജൂംല, അബാൻറ്റെ കാർട്ട് എഴുതിയെടുക്കുക. വേർഡ് പ്രസ്, ജൂംല, അബാൻറ്റെ കാർട്ട്. അത് കൂടാണ്ടും കുറേ സി എം എസ് ഉണ്ട് കേട്ടോ. ഓക്കെ. ഓരോ കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള സി എം എസും ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് 2025 വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള സി എം എസ് ആണ് യൂസ് ചെയ്യുന്നത്. അതും 80% ഓഫ് ദ വെബ്സൈറ്റ്സും ഇപ്പോൾ വേർഡ് പ്രസ്സിലാണ് ബിൽഡ് ചെയ്യുന്നത്. കാരണം അത് റെസ്പോൺസീവ് ആണ്, അതേപോലെ തന്നെ ഡൈനാമിക് ആണ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഉം. വേർഡ് പ്രസിന്റെ താഴെ എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ആ എഴുതിയെടുത്തെങ്കിൽ വേർഡ് പ്രസിന്റെ താഴെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ആരെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയാം. ഇങ്ങനത്തെ എന്താ വരുക അപ്പം? വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ഓവർവ്യൂ ഫ്യൂച്ചേഴ്സ് അങ്ങനെയാണോ? ആ, അതെല്ലോ. ആ ഓക്കെ. ഓക്കെ, ഇനിയിപ്പോ ചൂസ് ഇൻസ്റ്റലേഷന്റെ തൊട്ട് താഴെ എല്ലാവരും ശ്രദ്ധിക്കണം, HTTP ആണല്ലേ. ആ അതിനെ സെലക്ട് ചെയ്തിട്ട് HTTPS ആക്കുക. ഓക്കെ. അങ്ങനെ പ്രജേഷനാക്കാൻ പറ്റിയോ? HTTPS എന്ന് പറയുമ്പോൾ നമുക്കൊരു SSL സർട്ടിഫിക്കറ്റ് ആണ് www അവിടെ. എന്നുള്ളതും കൂടി അതിൻ്റെ അകത്തില്ലേ? അത് വേണം. എന്താണ്? വെബ്സൈറ്റിന്റെ www അതിലുള്ളതാണോ സെലക്ട് ചെയ്യേണ്ടതില്ല? വെറും പ്ലെയിൻ ആയിട്ടുള്ള അത് മാത്രം മതിയോ? പ്ലെയിൻ ആയിട്ടുള്ള ഇത് കൊടുത്തോളൂ, HTTPS എന്ന് പറഞ്ഞു കൊടുത്തോളൂ. അപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക, HTTPS എന്ന് പറയുമ്പോൾ ഒരു SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതൊരു സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ ഫുൾ ഫോമും കൂടി എഴുതിയെടുക്കുക, സെക്യൂർഡ് സോക്കറ്റ് ലെയർ. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് എന്താണെങ്കിലും ഒരു സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെയാകുമ്പോൾ ഹാക്കേഴ്സിന് പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ പറ്റില്ല, പതുക്കനെയൊക്കെ ഹാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ SSL സർട്ടിഫിക്കറ്റ് ഉള്ളൊരു ഡൊമെയിൻ നെയിം ആയിട്ട് മാറി. അതുമല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ SSL ഫ്രീ ആണ് കേട്ടോ. അതാണ് വേറൊരു അഡ്വാൻറ്റേജ്.
സാധാരണ ഗോഡാഡിയിൽ നിന്നൊക്കെ SSL വാങ്ങിക്കാൻ പോയാൽ 4000 രൂപയ്ക്ക് കൊടുക്കണം. 4500 പ്ലസ് ടാക്സ് വേറെ. അങ്ങനെ വരുമ്പോഴേക്ക് 5000 പ്ലസ് വരും. അപ്പോൾ ഇതിനകത്ത് തന്നെ സിമ്പിളായിട്ട് SSL ആയി. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഇൻഡയറക്ടറി എന്ന് പറഞ്ഞ് കണ്ടോ? റൈറ്റ് സൈഡിൽ ഇൻഡയറക്ടറി. അതിൽ WPനെ ബാക്ക് സ്പേസ് ചെയ്യുക, മാറ്റുക. നമുക്ക് അതിനെ വേണ്ട. പ്രജേഷ് ഓക്കെ അല്ലേ? ഇൻഡയറക്ടറിനെ WP മാറ്റിയോ? അതെ അവിടെ ബ്ലാങ്ക് ആക്കി വെക്കണം. ആ, ബ്ലാങ്ക് ആയിട്ട് വെക്കുക. അത് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി പതുക്കനെ താഴേക്ക് വരിക. ഇതിൽ സൈറ്റിനൊരു പേര് കൊടുക്കുക. ഇത് ബ്ലാങ്ക് ആക്കി വെക്കുമ്പോ ഇവിടെ ഒരു റെഡില് ഒരു മെസ്സേജ് ഇതുപോലെ ഉണ്ട്, SSL സർട്ടിഫിക്കറ്റ് വാസ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് കുഴപ്പമില്ല? കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാലേ നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നേ ഉള്ളൂ. ഇൻസ്റ്റലേഷൻ നടന്നു കഴിയുമ്പോൾ വിത്തിൻ 4 hours നമ്മുടെ SSL സർട്ടിഫിക്കറ്റ് റെഡി ആവും. എന്ന് വെച്ചാൽ നാളത്തെ ക്ലാസ്സിന് വരുമ്പോഴേക്കും നമ്മുടെ വെബ്സൈറ്റിൽ ഒരു SSL സർട്ടിഫിക്കറ്റ് എന്തായാലും വന്നിട്ടുണ്ടാവും. കാരണം അവർക്കത് ബാക്ക് എൻഡിൽ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് ആ ഇൻസ്റ്റലേഷൻ ആകുമ്പോഴേക്കും റെഡി ആവുന്നതാണ്. അപ്പോൾ സൈറ്റിനൊരു പേര് കൊടുക്കുക, പ്രിയ ഡിജിറ്റൽ. മൈ ബ്ലോഗ് എന്ന് പറഞ്ഞതിനെ മാറ്റുക. അവിടെ പ്രിയ ഡിജിറ്റൽ ആദ്യത്തെ ആൽഫബറ്റ് ക്യാപിറ്റൽ കൊടുക്കുക. P ക്യാപിറ്റൽ കൊടുത്തോളൂ. സൈറ്റിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തോളൂ. തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. പ്രജേഷിന്റെ എന്തായിരുന്നു? നമ്മുടെ ഹോബി എന്താന്നാ പറഞ്ഞത്? PMT ഡിജിറ്റൽ. PMT ഡിജിറ്റൽ. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈറ്റ് തന്നെയാണ്. വിഷ്ണുപ്രിയയും ഇത് തന്നെയാണല്ലോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് തന്നെ കൊടുത്തോളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പാസ്വേഡ് ഫോർ ദ ടൈം ബീയിങ് പാസ്വേഡും കൂടി കൊടുക്കാം. യൂസർ നെയിം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. നമ്മളിപ്പോൾ പാസ്വേഡ് പഠിക്കാനായതുകൊണ്ട് എല്ലാവരും സെയിം പാസ്വേഡ് തന്നെ കൊടുക്കാം. കാരണം എന്തെങ്കിലും ഒരു ട്രബിൾ ഷൂട്ട് വരുമ്പോൾ നമുക്കതിനെ ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് തൽക്കാലം PASS P ക്യാപിറ്റൽ കൊടുക്കുക. PASS WORD P മാത്രം ക്യാപിറ്റൽ കൊടുക്കുക കേട്ടോ. PASS WORD പാസ്വേഡ് 123 @ P ക്യാപിറ്റൽ കൊടുക്കണേ. നമ്മുടെ ഞാനിത് തന്നെയാണോ കൊടുക്കേണ്ടത്? എല്ലാവരും സെയിം തന്നെ കൊടുത്തോളൂ. കാരണം നമുക്കതിനെ പിന്നീട് മാറ്റാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ എന്തെങ്കിലും ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ വരുവാണെങ്കിലേ P ക്യാപിറ്റൽ കൊടുത്തോളൂ. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടേ P ക്ലിക്ക് ചെയ്യാം. PASS WORD 123 @ അങ്ങനെ കൊടുത്തിരിക്കുന്നു. അതിന്റെ താഴെ അഡ്മിൻ ഇമെയിൽ അഡ്രസ്സ് കണ്ടോ? admin@priyadigital.shop ബാക്ക് സ്പേസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്വന്തം ഇമെയിൽ അഡ്രസ് ഇല്ലേ, അതവിടെ കൊടുത്തോളൂ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ.
ആ എന്തെങ്കിലും ഒരു ആൽഫബറ്റ് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം പോകും. സാർ ഇതൊക്കെ കൊടുക്കുമ്പം പഴയതാണോ പുതിയതാണോ കൊടുക്കേണ്ടത്? ഏതാണ്? ഇമെയിൽ ID അത് കുഴപ്പമുണ്ടോ ഏതായാലും? ഇമെയിൽ ഐഡിയോ? ആ പഴയത് തന്നെ കൊടുത്തോളൂ. കാരണം ഇനിയിപ്പോ പുതിയത് വെച്ച് പുതിയത് ആ കൂടി നമ്മൾ ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടേ തൽക്കാലത്തേക്ക് പർച്ചേസ് ചെയ്തോന്ന് മാത്രം. ആ. പുതിയ ഇതിനെ പറ്റി മറന്നോളൂ, പഴയതിനെ മാത്രം ഓർക്കുക. ഓക്കെ @gmail.com കൂടി കൊടുക്കാട്ടെ. ആ ഒക്കെ ശ്രദ്ധിക്കുക എല്ലാവരും. നോക്കുക, ഇമെയിൽ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് കൊടുത്തോളൂ. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് പ്രജേഷ്? ഓക്കെ അല്ലേ? ആ ചെയ്തു. ഏറ്റവും താഴേക്ക് വരിക, വന്നോളൂ. ഇത് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ കണ്ടോ? ലാംഗ്വേജ് ആ അത് കുഴപ്പമില്ല, ലാംഗ്വേജ് ഓക്കെയാണ്, ഇംഗ്ലീഷ് തന്നെ. വേറെ ഒന്നും മാറ്റുന്നില്ല. നമ്മൾ അതിന് നേരെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഏറ്റവും മുകളിലേക്ക് വരിക, ഏറ്റവും മുകളിലേക്ക് വരിക. നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ഇപ്പോൾ വേർഡ്പ്രസ് ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഒന്ന് നടക്കട്ടെ. മെസ്സേജ് ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. കൺഗ്രാജുലേഷൻ, ദ സോഫ്റ്റ്വെയർ വാസ് ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി. അപ്പോൾ https://priya.digital.shop, അതേപോലെ തന്നെ അതിൻ്റെ താഴെ അഡ്മിനിസ്ട്രേറ്റീവ് URL എന്ന് പറഞ്ഞു കണ്ടോ? ആ അതൊന്ന് എല്ലാവരും എഴുതിയെടുത്തോളൂ. https അഡ്മിനിസ്ട്രേറ്റീവ് URL. പ്രജേഷിന്റെ ഇൻസ്റ്റാൾഡ് ആയോ? ആ അത് കംപ്ലീറ്റ്. ഓക്കെ ഓക്കെ, എല്ലാവരും ഇതൊന്ന് എഴുതിയെടുത്തോളൂ. ഓക്കെ ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കുക. ഈ അഡ്മിനിസ്ട്രേറ്റീവ് URLന്റെ ഒരു ഫോട്ടോയും കൂടി എടുത്തോളൂ. ആ ഓക്കെ ഫോട്ടോ എടുത്തോ? ആ ഓക്കെ ഓക്കെ, പ്രജേഷ് ഓക്കെ ആണല്ലോ അല്ലേ? ഫോട്ടോ എടുത്തെന്ന് വിചാരിക്കുന്നു. പ്രജേഷ് കേൾക്കുന്നുണ്ടോ? എന്താ പറഞ്ഞ കേട്ടില്ലല്ലോ. എന്നാ ഫോട്ടോ എടുത്തോ പ്രജേഷ്? ആ എടുത്തെടുത്തു. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് നാളെ ആവുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഫോർ ദ ടൈം ബീങ് ഇന്നത്തെ ഈ ഒരു സെഷൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് സെയിം സമയത്ത് തന്നെ വീണ്ടും കാണാം. അപ്പോൾ ടിൽ ദെൻ എല്ലാവരും വീഡിയോ റെക്കോർഡിംഗ് കിട്ടുവാണെങ്കിൽ അത് അപ്പം തന്നെ ഒന്നും കൂടി ഒന്ന് നോക്കുക, ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേ അതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ എല്ലാവരും എടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആവും. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ടൈം. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. നാളെ സെയിം സമയത്ത് വീണ്ടും കാണാം. ഓക്കെ. ബൈ ബൈ.